8 കോടി രൂപ മുതൽ മുടക്കി വയനാട് സുൽത്താൻ ബത്തേരിയിൽ തുടങ്ങിയ പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രം തുരുമ്പെടുത്ത് നശിക്കുന്നു. കാർഷിക വിഭവങ്ങൾ സംസ്കരിച്ച വിദേശ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ കയറ്റുമതി ചെയ്യുകയായിരുന്നു. അമ്മായിപ്പാലത്തെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം 2 പതിറ്റാണ്ടിനിപ്പുറം പദ്ധതി ലക്ഷ്യം കണ്ടിട്ടില്ല. കർഷക സഹായ കേന്ദ്രം എന്നുള്ള ബോർഡിൽ മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇപ്പോൾ കർഷകർക്ക് ദ്രോഹമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലായിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 വർഷം മുമ്പ് എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് വലിയൊരു പാടശേഖരമായിരുന്നു. ഒരുപാട് നെൽകൃഷി നടന്നുകൊണ്ടിരുന്ന 2 പൂക്കൃഷിയൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നത്. ഇത് മണ്ണിട്ട് നികത്തിയിട്ടാണ് ഈ സംരംഭം കൊണ്ടിരുന്നത്. അന്ന് വയനാട്ടിലാകമാനം വലിയ ഒരു എന്താ പറയുക, ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ ഒരു പ്രതീക്ഷയായിരുന്നു ഈ സ്ഥാപനം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ ഒരു 5% പോലും എത്താൻ വേണ്ടിയിട്ട് മാറി വന്ന സർക്കാരുകളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും. കാർഷിക രംഗത്തെ വൈവിധ്യവൽക്കരണത്തിന് യൂറോപ്യൻ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ച പഴം പച്ചക്കറി സംസ്കരണ കയറ്റുമതി കേന്ദ്രമായിരുന്നു ഇത്. 2 പതിറ്റാണ്ട് മുൻപ് കൃഷിവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി സുൽത്താൻ ബത്തേരിക്കടുത്ത അമ്മായിപ്പാലത്തെ 10 ഏക്കർ നെൽവയൽ നികത്തിയാണ് നിർമ്മിച്ചത്. അന്ന് 8 കോടിയിലധികം ചെലവഴിച്ചാണ് ഈ സ്ഥാപനവും അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാക്കിയത്. ഇതുൾപ്പെടെ സംസ്ഥാനത്ത് 3 കേന്ദ്രങ്ങളിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു. ഇത് കർഷകരെ ദ്രോഹിക്കാനുള്ള ഒരു സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മെഷീനൊക്കെ നെല്ലുകുത്തി ഉണ്ടാക്കുന്ന അരിയാക്കി വിടേണ്ട മെഷീനാണ്. എത്ര ലക്ഷങ്ങൾ മുടക്കിയ മെഷീനാണെന്ന് അറിയാൻ കിടക്കുന്നത്. ഇന്ന് അതിൽ കൂടി നോക്കിയാൽ മാറാല പിടിച്ച് വള്ളി തൂങ്ങിക്കിടക്കുന്ന തുരുമ്പ് പിടിച്ച കുറേ മെഷീനറീസാണ്. ജനങ്ങളെ നഷ്ടമാണ്. നികുതി പണമാണ് അത് കാണുന്നതൊക്കെ. കർഷകരെ സഹായിക്കാൻ വേണ്ടി വെച്ച സാധനം കർഷകർക്ക് ഒരു ഗുണവുമില്ലാതെ നോക്കുകുത്തിയായി കിടക്കുന്നുള്ളത് ഞങ്ങൾക്ക് പൊതുപ്രവർത്തകരാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. നെൽകർഷകരെ കൂടി സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ച് നെൽവയൽ മണ്ണിട്ട് നികത്തി തുടങ്ങിയ ഈ കാർഷിക സംഭരണ കേന്ദ്രത്തിൽ നിർമ്മിച്ച കോടികളുടെ നെല്ലുകുത്ത് മില്ലുകൾ തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു. ഇതിനെക്കുറിച്ചൊക്കെ ഒരു പുനഃപരിശോധന വേണം. ആരാണ് ഈ സ്ഥാപനം ഇങ്ങനെ പരാജയപ്പെടാൻ കാരണമായത്? ആരുടെയൊക്കെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടാണ് ഈ സ്ഥാപനം ഇപ്പോഴിങ്ങനെ ആയിപ്പോയത്? അവരിൽ നിന്ന് ആ തുക പിടിച്ചെടുക്കാനുള്ള ഒരു ആർജവത്വം ഇനിയെങ്കിലും സർക്കാരുകളും ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരും കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ധൂർത്തുകളും അഴിമതിയും ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കുകയുള്ളൂ എന്നുള്ളത് നിസ്സംശയം പറയാം. ഇതുപോലുള്ള ഒട്ടനവധി പദ്ധതികൾ നമ്മളുടെ നാട് എന്താ പറയുക മുടിപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥർ ആവശ്യമായിട്ടുള്ള കമ്മീഷൻ പറ്റിക്കൊണ്ട് ഒന്നുമില്ലാതെ കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. പൊതുജനത്തിന്റെ നികുതി പണം ഇങ്ങനെ തുരുമ്പെടുത്ത് നശിക്കുന്നതിൽ പരിഹാരം വേണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല. കൃഷി വകുപ്പിന്റെ മറ്റൊരു വെള്ളാനിയായി ഈ സ്ഥാപനവും തുടരുന്നു. സംഗതി സിമ്പിളാണ്. ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് പോലെയല്ല അത് ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കി വിജയത്തിലെത്തിക്കുന്നത്. അതിനുദാഹരണമാണ് 20 വർഷം മുമ്പ് 10 ഏക്കർ നെൽവയൽ നികത്തി ഈ സ്ഥാപനം തുടങ്ങിയത്. അതുകൊണ്ട് സാധാരണക്കാരുടെ നികുതിപ്പണം കളഞ്ഞുകൊണ്ടുള്ള ഇത്തരം പദ്ധതികൾ ഇനി തുടങ്ങരുത്. വയനാട് ബത്തേരിയിൽ നിന്നും യതീഷ് വാസ്തേവൻ, ന്യൂസ് മലയാളം.